ഇന്ത്യയുടെ പ്രതിരോധ രംഗം അമേരിക്കയെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. അത്രയേറെ സുരക്ഷാ സംവിധാനങ്ങളൊരുക്കി മുന്നോട്ടു പോകുന്ന രാജ്യത്തിൻ്റെ പ്രതിരോധ ഇടപാടുകളിൽ അസൂയപ്പെട്ടിരിക്കുകയാണ് ചൈനയും മറ്റ് ശത്രു രാഷ്ട്രങ്ങളും. ഇന്ത്യയുടെ ഈ കെട്ടുറപ്പ് പൊട്ടിക്കാൻ വർഷങ്ങളായി ചൈന പെടാപ്പാട് പെടുകയാണ്. എന്നാൽ അതിനെല്ലാം തരണം ചെയ്തു മുന്നോട്ടു പോകുന്നതിനിടെയാണ് രാജ്യത്തെ നടുക്കുന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ലോഗിൻ ക്രെഡൻഷ്യലുകൾ കൈക്കലാക്കി നിർണായക സർക്കാർ വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിനെ അനുകരിക്കുന്ന ലിങ്കുകൾ സൈബർ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയതായാണ് നടുക്കത്തിന്റെ കാരണം. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ഇത്തരത്തിലുള്ള 2 ഫിഷിംഗ് ലിങ്കുകൾ അടുത്ത ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഹാക്കേഴ്സ് ടാർഗറ്റഡ് ഡിഫൻസ് പേഴ്സണൽ ഇൻ മാസ് സൈബർ അറ്റാക്ക് എന്ന അറ്റാച്ച്മെന്റ് അടങ്ങുന്ന വ്യാജ ഇമെയിലുകൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അയക്കും. ഈ അറ്റാച്ച്മെന്റിനൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തെറ്റായ വെബ്സൈറ്റ് ആണെന്നറിയാതെ ലോഗിൻ ചെയ്താൽ ലോഗിൻ വിവരങ്ങൾ കൈക്കലാക്കിയ ശേഷം ലോഗിൻ എറർ എന്ന HTML പേജിലേക്ക് തിരിച്ചുവിടുകയാണ് ആദ്യ നടപടി. 2 ഫിഷിംഗ് URLും യഥാർത്ഥ പ്രതിരോധ മന്ത്രാലയ വെബ്സൈറ്റിനെ അനുസ്മരിക്കുന്നതായിരുന്നു. ഈ ഫിഷിംഗ് ക്യാമ്പെയർ പ്രാഥമികമായും ലക്ഷ്യമിടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ NIC ക്രെഡൻഷ്യലുകൾ ശേഖരിക്കുകയും സർക്കാരുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ രേഖകൾ മോഷ്ടിക്കുകയുമാണ്. സർക്കാർ ജീവനക്കാരോട് അത്തരത്തിലുള്ള ഒരു ഇമെയിൽ ഇൻബോക്സിൽ ലഭിച്ചാൽ അത് ഡിലീറ്റ് ചെയ്യാനും ആകസ്മികമായി ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ കമ്പ്യൂട്ടറുകളിലെ ഇന്റർനെറ്റ് കണക്ഷൻ പ്രവർത്തനരഹിതമാകുമെന്നും പാസ്വേഡുകൾ മാറ്റാനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയതായി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാജനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. ആദ്യം ചെയ്യേണ്ടത് URL പരിശോധിക്കുക എന്നതാണ്. ഇന്ത്യയിലെ സർക്കാർ വെബ്സൈറ്റുകൾ സാധാരണയായി gov.in അല്ലെങ്കിൽ inc.in എന്നതിൽ അവസാനിക്കുന്നതാണ്. ഔദ്യോഗികമായവയ്ക്ക് സമാനമായതും എന്നാൽ അക്ഷരത്തെറ്റുകളോ അധിക പ്രീതികകളോ പോലുമില്ലാത്ത ചെറിയ വ്യത്യാസങ്ങളുമായി URLനെ കുറിച്ച് ജാഗ്രത പുലർത്തുകയും വേണം. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്.